മാച്ചായി വന്നിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക് അതും വന്നിരിക്കുന്നത് ഒരു 119 രൂപയിലാണ്. നമ്മൾ രണ്ട് ഡിസൈനിന്റെ രണ്ട് കളേഴ്സ് വിധമാണ് കാണുന്നത്. മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ ടോപ്പും ബോട്ടവും ചെയ്യാനോ ഡിസൈനർ കുർത്തി ചെയ്യാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതും വന്നിരിക്കുന്നത് ഡാർക്ക് കളറിലാണ് കേട്ടോ. അപ്പോൾ ഡാർക്ക് കളർ ചോദിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇന്നത്തെ വീഡിയോനകത്ത് വരുന്ന ഐറ്റം എല്ലാം തന്നെ. 60s by 60s ആണ് ത്രെഡ് കൗണ്ട്, അതായത് നമ്മുടെ കാംബ്രിക് കോട്ടൺ ആണ്. ഇത് വന്നിരിക്കുന്നത് ഒരു ഒലിവ് ഗ്രീൻ ഡാർക്ക് ടോണിലേക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള മസ്റ്റാർഡ് യെല്ലോ കളറിലുള്ള പ്രിന്റ് ആണ്. നമ്മൾ ഈ അജ്രക് സ്റ്റൈലിലുള്ള ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒതന്റിക് ആയിട്ടുള്ള ജയ്പൂർ ഡിസൈൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റൈലിലേക്ക് അതിന്റെ പ്രിന്റ് പോകുന്നത്. ലൈനിങ് ഇല്ലാതെ ചെയ്ത് നമുക്ക് കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാവുന്ന പാറ്റേണിലാണ്. ഇത് സ്ക്രീൻ പ്രിന്റിൽ ചെയ്യുന്ന ഫാബ്രിക് ആണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാനായിട്ട് കഴിയുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിൽ ഏറ്റവും നല്ല ഫാബ്രിക് തന്നെയാണ്. 119 രൂപയാണ് പ്രൈസ്. ഇതിന് മാച്ച് ചെയ്യാവുന്ന ഡിസൈൻ എന്നുള്ളത് ഒരു സ്ലാൻഡിങ് പോലെ പോകുന്ന ലൈനാണ്. ഇത് ഇങ്ങനെ ഇരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ടോപ്പും ബോട്ടവും ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഡിസൈനർ കുർത്തിയായിട്ട് രണ്ട് ഡിസൈനും വെച്ചിട്ട് ഒരു കുർത്തി ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഈ സെയിം തന്നെ വേറൊരു കളറിലും കൂടെ അവൈലബിൾ ആണ്. കുറച്ചും കൂടെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ കളറാണ് കേട്ടോ. രണ്ടും ഗ്രീനിന്റെ തന്നെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലേക്കാണ് ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്കാണ് അതിന്റെ ഡിസൈൻ എല്ലാം തന്നെ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഒരുപാട് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഡിസൈൻ അല്ല. ഇതിന്റെ കൂടെ വന്നിരിക്കുന്നതും ലൈൻ പാറ്റേണിലുള്ളത് തന്നെയാണ്. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് മാത്രം വെച്ചിട്ട് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പൊ കണ്ട രണ്ട് ഡിസൈനും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഒരു കുർത്തിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ കാണുന്നത് വേറെ ഡിസൈൻ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ രണ്ട് ഡിസൈനിന്റെ രണ്ട് കളേഴ്സ് ആണെന്ന്. നെക്സ്റ്റ് ഡിസൈൻ എന്നുള്ളത് കുറച്ച് വലിപ്പമുള്ള ഡിസൈൻ ആണ്. ആ ഒരു സ്റ്റൈലിലേക്ക് വരുന്നു. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ വരും കേട്ടോ. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്കാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്. ഡാർക്ക് ആയിട്ടുള്ള ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. ഇതിനെ മാച്ച് ചെയ്യാവുന്ന ഡിസൈൻ എന്നുള്ളത് ഒരു സിഗ്സാഗ് ആണ്. സിഗ്സാഗ് ഡിസൈൻ ഇത് ഇങ്ങനെ വരും. ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് ചെയ്താലും നല്ല ഭംഗിയുള്ള കുർത്തികളൊക്കെ ആയിട്ട് വെയർ ചെയ്യാവുന്നതാണ്. ഇതിനകത്തേക്ക് ചെറിയ ഒരു 1/2 മീറ്റർ ഒക്കെ എടുത്ത് നമുക്ക് യോക്ക് പാട്ടൊക്കെ മറ്റേ ഡിസൈൻ ചെയ്താലും നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന്റെ തന്നെ വേറെ കളറുണ്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡാർക്ക് പർപ്പിൾ കളറാണെന്ന്. നെക്സ്റ്റ് വൺ ബ്ലൂ കളറാണ്. നേവി ബ്ലൂവിനൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു കളറാണ്. ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ അല്ല, എന്നാൽ നേവി ബ്ലൂവിന്റെ ഒരു ടോണിലേക്ക് വരുന്നു. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്കാണ് വരുന്നത്. കുറച്ച് വലിപ്പമുള്ള ഡിസൈൻസ് ആണ് എല്ലാം തന്നെ. ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന മാച്ച് ചെയ്യാവുന്ന ഡിസൈൻ എന്നുള്ളത് സിഗ്സാഗ് തന്നെയാണ്. ഒരു കേർവ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റൈലിലേക്ക് പോകും. നമ്മൾ ആദ്യം കണ്ട സിഗ്സാഗ് അല്ല, ഡിഫറെന്റ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കും വെയർ ചെയ്ത് കഴിയുമ്പോൾ. 119 രൂപ ഒരു മീറ്ററിന്. പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതി.